Today we are discussing about Yashpal Committee 1992-93. അതായത് 1992-93 കാലഘട്ടത്തിൽ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ച് എന്തൊക്കെയാണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യശ്പാലിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു കമ്മിറ്റിയാണ് യശ്പാൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ യശ്പാൽ കമ്മിറ്റിയെ ഒരു പേരിലൂടെ അറിയപ്പെടുന്നത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നുകൂടി. അതായത് അതിൻ്റെ റിപ്പോർട്ട് കമ്മിറ്റി സബ്മിറ്റ് ചെയ്തത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നറിയപ്പെടുന്നത് യശ്പാൽ കമ്മിറ്റിയാണ്. The National Advisory Committee was set up by the government in March 1992 under the chairmanship of the UGC to suggest ways and means to reduce academic burden on school students. The committee, popularly known as Yashpal Committee, submitted the report in July 1993. The committee identified following manifestation of the existence of the problem. അപ്പോൾ ആ സമയത്തുണ്ടായ നിലവിലുണ്ടായ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബേർഡൻ എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് യശ്പാൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തൊക്കെ സജഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണ് ഈ ബേർഡൻ അക്കാദമിക് ബേർഡൻ കുറക്കാൻ വേണ്ടി സ്കൂളുകളിൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സജഷൻസ് ആണ് യശ്പാൽ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഏർലി. ഫസ്റ്റ് വൺ സ്റ്റാർട്ടിങ് ഏർലി. അപ്പോൾ ഈ യശ്പാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പഠനം പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് admission of age of nursery classes has been lowered down the age of 2.5 years at the same place. അതായത് സാധാരണ സ്കൂൾ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നഴ്സറി സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ, അതായത് 2.5 years ആവുന്ന സമയത്ത് തന്നെ സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുക എന്നതാണ് ഒന്നാമത്തെ സജഷനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ 2.5 വയസ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനുള്ള ഒരു പ്രായമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അതായത് അവരുടെ ലൈഫിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഏർലി ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് ഒന്നാമത്തെ സജഷനായിട്ട് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉറപ്പിക്കുവാനും പറ്റുന്ന ഏജ് എന്ന് പറയുന്നത് ആ ഒരു ചെറിയ പ്രായത്താണ്. അതായത് 2.5 years ആവുന്ന സമയത്താണ് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഏർലി, കുറച്ചും കൂടെ നേരത്തെ തന്നെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് ഈ ഒരു യശ്പാൽ കമ്മിറ്റിയിൽ പറയുന്നത്. Then second point is about size of the school bag. അതായത് കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുക എന്ന് പറയുന്ന പോയിൻ്റാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. അതായത് കുറേ വർഷങ്ങളായിട്ട് കുട്ടികൾ ഇതിൻ്റെ ബാഗിൻ്റെ സൈസ് വല്ലാണ്ട് കൂടുന്നതിനനുസരിച്ച് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അത് വല്ലാണ്ട് ഓവറായിട്ട് ഒരു ബേർഡനായിട്ടാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ ബാഗിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് യശ്പാൽ കമ്മിറ്റിയിൽ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് കരിക്കുലം. അതായത് കുട്ടികളുടെ കരിക്കുലം സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കരിക്കുലം പ്രിപ്പയർ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് റൈറ്റ് ചെയ്യുന്നതിലും കൂടുതൽ ടീച്ചേഴ്സിനെ അതുപോലെ ഈ ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നും ഈ വർക്ക് കൂടുതൽ ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കണമെന്നാണ് തേർഡ് പോയിൻ്റായിട്ട് പറയുന്നത്. അതായത് കരിക്കുലം ഫോം ചെയ്യുന്ന സമയത്ത് സ്കൂൾ ടീച്ചേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് വർക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കണം എന്ന് തേർഡ് പോയിന്റിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർവ്യൂ അതുപോലെ ടെക്സ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഉള്ള ഇൻ്റർവ്യൂകളും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് പല സ്കൂളുകളിലും അഡ്മിഷന് വേണ്ടി കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി കുറേ ഇൻ്റർവ്യൂ പ്രൊസീജിയറും അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റുകളും വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളൊക്കെ ഒഴിവാക്കി ഡയറക്റ്റ് കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കണം എന്നതും ഈ ഒരു യശ്പാൽ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്.
നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് ഷുഡ് നോട്ട് ബി ഗിവൺ എനി ഹോംവർക്ക്. അതായത് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നതും ഇവർ യശ്പാൽ കമ്മിറ്റി നിർദ്ദേശിച്ചൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് വീടുകളിൽ പോയി കഴിഞ്ഞാലും, അതായത് സ്കൂളുകളിൽ എല്ലാ വർക്കുകളും സ്കൂളുകളിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അവരെ വീട്ടിലേക്ക് വിടുക എന്നുള്ളതും ഈ യശ്പാൽ കമ്മിറ്റിയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ എന്ന് പറയുന്നത് 30:1, അറ്റ്ലീസ്റ്റ് 30:1 ആക്കണം. അതായത് 30 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ ഡിക്രീസ് ചെയ്യണമെന്നും ഈ ഒരു കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് വെച്ചാൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, അതായത് കുട്ടികൾക്ക് നല്ല ഒരുപാട് ട്രെയിൻഡ് ടീച്ചേഴ്സിനെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് നന്നായി ഇമ്പ്രൂവ് ചെയ്യണമെന്നും യശ്പാൽ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. അപ്പോൾ യശ്പാൽ കമ്മിറ്റി എന്ന് പറയുന്നത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ഒഴിവാക്കി നന്നായി പഠിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യശ്പാൽ കമ്മിറ്റി പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഏർലി, അതായത് എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ നേരത്തെ, സാധാരണ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിലും നേരത്തെ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, നേരത്തെ ഉള്ള ഏജിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നതാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിർബന്ധമാക്കണമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യത്തിൽ പറയുന്നത് ടീച്ചേഴ്സിനെയും കൂടെ കരിക്കുലം പ്രിപ്പറേഷനിൽ ടീച്ചേഴ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്യണം, അതുപോലെ വർക്കുകൾ ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇൻ്റർവ്യൂ, അതുപോലെയുള്ള ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൻ്റെ അഡ്മിഷൻ സമയത്തുള്ളത് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ പറയുന്ന പോയിന്റ് പ്രൈമറി സ്കൂൾ ചിൽഡ്രൻസിന് ഹോംവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഹോംവർക്കൊന്നും വീടുകളിലേക്ക് കൊടുക്കാതെ സ്കൂളുകളിൽ നിന്ന് തന്നെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ പീപ്പിൾ ടീച്ചർ റേഷ്യോ എന്ന് പറയുന്നത് 30:1, 30 സ്റ്റുഡൻസിന് 1 ടീച്ചർ എന്നുള്ള നിലയിൽ പീപ്പിൾ ടീച്ചർ റേഷ്യോ കുറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങളും യശ്പാൽ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് യശ്പാൽ കമ്മിറ്റി.